ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളെ പിന്തുണയ്ക്കുന്നതിനാലാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ബിജെപിക്ക് പിന്തുണയ്ക്കേണ്ടി വരുന്നത് എന്ന് മുഖ്യമന്ത്രി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലച്ചു. വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ 3 ദിവസത്തിനകം നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചന. ചാലക്കുടിയിൽ പെയിന്റ് ഗോഡൌണിൽ വൻ അഗ്നിബാധ, കോടികളുടെ നഷ്ടം. പൂക്കൻസ് ഷോപ്പിംഗ് കോംപ്ലക്സിനാണ് തീപിടിച്ചത്. തീ കെടുത്തിയത് 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. പുതുക്കാട് ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ട. ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിലാണ് തേരട്ടയെ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. വാർത്തകൾ വിശദമായി. കനത്ത മഴ ജില്ലയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. തീരമേഖലകളിൽ കടലാക്രമണവും ശക്തമായി. 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 131 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ചേരുന്നു. ലിബീഷ്, എന്തൊക്കെയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ദുരിതങ്ങൾ? കനത്ത മഴ ജില്ലയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മലയോര തീരദേശ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴ തുടരുകയാണ്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ്. മലയോര മേഖലകളിൽ മഴക്കെടുതികൾ രൂക്ഷമാണ്. തീരദേശ മേഖലയിലാകട്ടെ കടൽക്ഷോഭവും രൂക്ഷം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ട് ഭീതിയിലാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിൽ തോടുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഗതാഗത സംവിധാനങ്ങളെയും രൂക്ഷമായ മഴക്കെടുതികൾ ബാധിച്ചിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലേക്ക് വന്നാൽ പെരിങ്ങാവ് പ്രദേശത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. അവിടെ വീടുകളുടെ വാതിൽപ്പടിയിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലവും ഈ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. സമാനമായ സ്ഥിതിവിശേഷമാണ് ഇക്കൊല്ലവും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അന്തിക്കാട് മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അന്തിക്കാട് മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സലഫി മസ്ജിദ് വളപ്പിലും തച്ചിൽ ജേക്കബിൻ്റെ വീട്ടിലും വെള്ളം കയറി. ജേക്കബിൻ്റെ വീട്ടിലെ ശുചിമുറികൾ ഉപയോഗശൂന്യമായി. വീട്ടുകാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കെ മേനോൻ ഷെഡിന് സമീപത്തെ തണ്ണീർത്തടം നിറഞ്ഞു കവിഞ്ഞൊഴുകിയും വലിയ ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പുറമ്പോക്ക് തോട് ശുചീകരിക്കാത്തതാണ് ഈ തണ്ണീർത്തടം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തീരദേശ മേഖലയിലും മഴക്കെടുതികൾ രൂക്ഷമാണ്. എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകൾ ദുരിതത്തിലാണ്. പെരിഞ്ഞനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ജില്ലയിലാകെ 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 131 പേരാണ് കഴിയുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. ചിലർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. മറ്റു ചിലർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അഭയം തേടിയിട്ടുണ്ട്. കാലവർഷത്തിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ടാണശ്ശേരിയിൽ പാചകപ്പുരയും തൊഴുത്തും തകർന്നു വീണു. മാള വടമയിൽ വീടിന്റെ ട്രസ് തകർന്നു വീണ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാഗയിൽ കനത്ത മഴയിൽ തെങ്ങ് വീണ് പശു ചത്ത സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ വ്യാപകമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴയും മഴക്കെടുതികളും ജില്ലയിൽ തുടരുകയാണ്. ലിബീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇരിഞ്ഞാലക്കുട പടിയൂർ പഞ്ചായത്തിലെ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിനായി കെട്ടിയ ബണ്ട് നിറഞ്ഞ് പഞ്ചായത്തിലെ 100ഓളം വീടുകൾ വെള്ളത്തിലായി. പ്രക്ഷുബ്ധരായ നാട്ടുകാർ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെയും തഹസീൽദാരെയും തടഞ്ഞുവെച്ചു. പാലം നിർമ്മാണത്തിനായി കെട്ടിയ ബണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ ജനവാസ മേഖലകൾ വെള്ളത്തിലാവുകയായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന അടിയന്തര യോഗത്തിലേക്ക് വെള്ളം കയറിയ വീട്ടുകാർ അടക്കം പ്രതിഷേധവുമായി എത്തിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. പ്രതിപക്ഷമായ BJP അംഗങ്ങളും നാട്ടുകാർക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ബണ്ട് പൊളിക്കാൻ സാധിക്കൂ എന്ന നിലപാടിൽ കളക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി വിഷയം ഫോണിൽ ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി. തഹസീൽദാർ, പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം AE അടക്കമുള്ളവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി ചർച്ച നടത്തി. എന്നാൽ ചർച്ചയിൽ ബണ്ട് പൊട്ടിക്കുന്ന വിഷയം തീരുമാനമാകാതിരുന്നതിനെ തുടർന്ന് പ്രതിഷേധക്കാർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും തഹസീൽദാർ അടക്കമുള്ളവരെയും പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു. സബ് കളക്ടറുമായി നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ ചൊവ്വാഴ്ച രാവിലെ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാം എന്ന ഉറപ്പിലാണ് നാട്ടുകാർ പടിയൂർ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പിരിഞ്ഞുപോയത്. TCV ഇരിഞ്ഞാലക്കുട. തൃശൂർ പെരിങ്ങാവിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി.
സംസ്ഥാനത്ത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം ശക്തി പ്രാപിച്ചതോടെയാണ് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ ഒട്ടുമിക്ക പുഴകളും തോടുകളും ചാലുകളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. തൃശൂർ പെരിങ്ങാവിലാണ് വെള്ളക്കെട്ട് ഏറെ ഭീഷണിയായിരിക്കുന്നത്. പെരിങ്ങാവ് മണ്ണത്ത് ലൈനിലെ നിരവധി വീടുകളുടെ ചവിട്ടുപടി വരെ വെള്ളം കയറി. ഇനിയും ശക്തമായ മഴ പെയ്താൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇട റോഡുകളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുള്ളതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ പോലും വലിയ പ്രയാസമാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് അല്പം ശമനമുണ്ടായതിനാൽ ചെറിയ തോതിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. ചെറിയൊരു മഴ പെയ്താൽ തന്നെ പെരിങ്ങാവ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇതിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV തൃശൂർ. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ BJPക്ക് പിന്തുണയ്ക്കേണ്ടി വരുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. BJP കേരളത്തിന് പുറത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലകൊള്ളുകയും കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന രീതിയിൽ പുതിയ മുഖം അവതരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, LDF കൺവീനർ PK ചന്ദ്രശേഖരൻ, MLA മാരായ ET ടൈസൺ, CC മുകുന്ദൻ, മുൻ MLA KV അരുണൻ, M ബാലാജി, TV ഹരിദാസ്, സംഘാടക സമിതി കൺവീനർ MA ഹാരിസ് ബാബു, ട്രഷറർ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോയ രാഷ്ട്രമായി നമ്മുടെ പാലസ്തീൻ പ്രശ്നം ഉള്ളിടത്തപ്പോൾ പാലസ്തീനെ മാത്രമേ ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിലും സാംക്രമിക രോഗങ്ങളുടെ ആധിക്യം ഉൾപ്പെടെയുള്ള ചില വൈഷമ്യങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ സജ്ജമാക്കിയ വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമുക്കാവശ്യം. അതിന് മനുഷ്യന്റെ ആരോഗ്യം മാത്രം ഉറപ്പാക്കിയാൽ പോരാ. പ്രകൃതിയുടെയും പ്രകൃതിയിലുള്ള ഇതര ജീവജാലങ്ങളുടെയും ആരോഗ്യം കൂടി ഉറപ്പാക്കണം. അതിനുവേണ്ടിയാണ് റഫറൽ അനലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യം, രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയവയിൽ ഗവേഷണവും പരിശോധനയും നടത്താൻ ഈ ലബോറട്ടറി ഉതകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. അതിന് മനുഷ്യരുടെ ആരോഗ്യം മാത്രം ഉറപ്പാക്കിയാൽ പോരാ. പ്രകൃതിയുടെയും പ്രകൃതിയിലുള്ള ഇതര ജീവജാലങ്ങളുടെയും ആരോഗ്യം കൂടി ഉറപ്പാക്കാൻ ഉതകുന്ന മുൻകരുതലുകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഇവിടെ റഫറൽ അനലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും പൊതുജനാരോഗ്യ രംഗത്ത് നിർണായകമായ ഒരു ചുവടുവയ്പായി മാറും ഈ സംവിധാനം. 32 കോടി രൂപ ഇതിന് ചെലവഴിച്ച കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 45,000 ചതുരശ്രടി വിസ്തീർണമുള്ള ലാബോറട്ടറിയാണ് ഒരുങ്ങിയിട്ടുള്ളത്. ആരോഗ്യം, രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ ഇത്തരം മേഖലകളിലെ ഗവേഷണങ്ങളും പരിശോധനകളും നടത്താൻ ഈ ലബോറട്ടറി ഉതകും. വെറ്റിനറി സർവകലാശാല സെന്റർ ഓഫ് എക്സലൻസ് ഇൻ വൺ ഹെൽത്ത് നടപ്പാക്കുന്നതിനായി 33 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രമല്ല, അക്കാദമിക് രംഗത്തും സമാന്തരമായി ഇടപെട്ട് സർവകലാശാല ആഗോളതലത്തിലേക്ക് ഉയരണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അതിന് സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റഫറൽ അനാലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ, വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി ഓഡിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി J. ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ മുഖ്യാതിഥിയായിരുന്നു. മേയർ MK വർഗീസ്, വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ, രജിസ്ട്രാർ ഡോക്ടർ P. സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. പോലീസിലേക്ക് കൂടുതൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാനും സേനയിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 144 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നത് സർക്കാരിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഈ ഉദ്ദേശത്തോടെയാണ് കൂടുതൽ വനിതകളെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തതും 2017 വനിതാ സായുധ ബറ്റാലിയന് രൂപം നൽകിയതും.
ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണെന്നും അതിനനുസൃതമായ അറിവ് സമ്പാദിക്കാൻ പുതിയ സേനാംഗങ്ങൾ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ഇൻചാർജ് ഷഹൻ ഷാ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ K. സേതുരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ആദ്യമായി തൃശൂർ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പദ്ധതി സഹകരണാത്മക ഫെഡറലിസത്തിന്റെ മികച്ച ദൃഷ്ടാന്തമെന്ന് മുഖ്യമന്ത്രി കോർപ്പറേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്ടർ എഫിഷ്യന്റ് തൃശൂർ നാടിനെ സമർപ്പിച്ചു. കഴിഞ്ഞ 4 വർഷങ്ങളായി ജലജീവൻ മിഷനിലൂടെ കേരളത്തിലെ 55% ഗ്രാമീണ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 7 ജില്ലകളിൽ 50%-ലധികം പേർക്ക് കുടിവെള്ള വിതരണം ലഭ്യമാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ ജലസ്രോതസ്സുകളുടെ വീണ്ടെടുക്കലും നവീകരണവും സംരക്ഷണവുമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തോടുകളും കുളങ്ങളും നീർച്ചാലുകളും വീണ്ടെടുക്കാനും ശുചീകരിക്കാനും പുതിയത് നിർമ്മിക്കാനുമെല്ലാം അതീവ പ്രാധാന്യം നൽകി. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വാട്ടർ എഫിഷ്യന്റ് തൃശൂർ നടപ്പാക്കിയ തൃശൂർ കോർപ്പറേഷനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ ആൻഡ് സ്പോട്ട് ബില്ലിംഗ് സമർപ്പണം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA, അമൃത് മിഷൻ ഡയറക്ടർ സൂരജ് ഷാജി, ഡെപ്യൂട്ടി മേയർ ML റോസി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PR ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. കേരളത്തിലെ 55% ഗ്രാമീണ വീടുകളിൽ കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലച്ചു. വാഹനങ്ങളുടെ നിര 4 കിലോമീറ്ററോളം നീണ്ടു. കുരുക്ക് മറികടക്കാനായി വാഹനങ്ങൾ എതിർദിശയിലൂടെ സഞ്ചരിച്ചതോടെ ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം താറുമാറായി. സമയത്തിന് ഓടിയെത്താൻ കഴിയാത്തതിനാൽ സ്വകാര്യ ബസ്സുകൾ പലതും പാതിവഴിയിൽ സർവീസ് നിർത്തിവെച്ചു. മേഖലയിൽ നടപ്പാക്കിയ അശാസ്ത്രീയ ഗതാഗത നിയന്ത്രണമാണ് കുരുക്കുണ്ടാകാൻ കാരണം. ഒരേ സമയം ദേശീയപാതയുടെ ഇരുഭാഗങ്ങളും കലുങ്ക് നിർമ്മാണത്തിനായി പൊളിച്ചതോടെയാണ് വാഹനങ്ങൾ കുടുങ്ങിയത്. കല്ലുടുക്കിന് പുറമെ വാണിയമ്പാറ, മുടിക്കോട് മേഖലകളിൽ കൂടി അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. 3 മേഖലകളിലും നിലവിൽ ഗതാഗതം സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സർവീസ് റോഡ് തകർന്നതും പ്രതിസന്ധിക്ക് കാരണമായി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ മുടിക്കോടും കല്ലിടുക്കലും ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ 3 ദിവസത്തിനകം അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. മുടിക്കോട് അടിപ്പാത നിർമ്മാണ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുടിക്കോട് ശിവക്ഷേത്രത്തിന് മുൻപിലെ കുപ്പിക്കഴുത്ത് മാറ്റാനായി അവിടെയുള്ള 2 വൈദ്യുതി തൂണുകളും കാനയും മാറ്റി സ്ഥാപിച്ച് റോഡ് 2 വരിയാക്കും. തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ച് റോഡ് നിരപ്പാക്കും. മഴ കുറയുന്ന മുറയ്ക്ക് സ്ഥിരം ടാറിംഗ് നടത്തും. ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ദേശീയപാത അതോറിറ്റിയുടെയും കരാറുകാരന്റെയും ചുമതലയിൽ സ്ഥിര സംവിധാനം ഏർപ്പെടുത്തും. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മഴ വരുമെന്ന പ്രതീക്ഷയോടെ കൃത്യമായി ചെയ്യേണ്ട ജോലി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ദേശീയപാത അതോറിറ്റിയുടെയും അതിന്റെ ഭാഗമായിട്ടുള്ള കരാറുകാരുടെയും ഭാഗത്ത് വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായി എന്ന് തന്നെ പ്രാഥമികമായി കാണാൻ പറ്റും. മുടിക്കോട് അമ്പലത്തിന്റെ ഭാഗത്തുള്ള 2 ഇലക്ട്രിക് പോസ്റ്റുകൾ, പ്രത്യേകിച്ച് ഈ ടെൻഡർ നടപടികൾ അതിനെ തുടർന്നുള്ള നൂലാമാലകളൊന്നുമില്ലാതെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം നാളെ രാവിലെ തന്നെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് നാളെ തന്നെ ദേശീയപാത അതോറിറ്റി അതിൻ്റെ പണമടച്ച് 1 ദിവസം കൊണ്ട് വർക്ക് അറേഞ്ച് ചെയ്ത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാനുള്ള സൗകര്യം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കുകയും ഇപ്പോൾ ഇവിടുത്തെ കനാലിൽ വെള്ളം പോകാത്ത സാഹചര്യത്തിൽ അതുകൂടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ഭാഗം 3 ദിവസത്തിനുള്ളിൽ ക്ലിയർ ആക്കാൻ കഴിയും എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. ദേശീയപാതയിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി തഹസിൽദാർ, ഒല്ലൂർ ACP, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരടങ്ങിയ സമിതിയെ ചുമതലപ്പെടുത്തും. ദേശീയപാതയിലെ വാഹനക്കുരുക്കിന് കാരണം മഴക്കാലം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളിൽ ദേശീയപാത അതോറിറ്റിയും കരാറുകാരനും വരുത്തിയ വീഴ്ചയാണ്. ഇതിനെതിരെ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം കളക്ടർ യുക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, തൃശൂർ തഹസിൽദാർ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP. രവീന്ദ്രൻ, ദേശീയപാത അതോറിറ്റി പ്രതിനിധി തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് സംഘം ദേശീയപാതയിലെ മുടിക്കോട് സന്ദർശിച്ചത്. TCV
തൃശൂർ. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. ബിബി കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം ബിബി കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും AICC സെക്രട്ടറി PV മോഹനനും ചൊവ്വാഴ്ച തൃശൂരിലെത്തുന്നുണ്ട്. നേതാക്കളുമായി ചർച്ച നടത്തുന്ന ഇരുവരും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതൃത്വം ജില്ലയിലെ പ്രശ്നങ്ങളിൽ ഇടപെടും. അടുത്തിടെ തൃശൂരിലുണ്ടായ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര നീക്കങ്ങളും നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട്. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ നഷ്ടമായത്, ഗുരുവായൂർ അർബൻ ബാങ്ക് പ്രസിഡന്റിന്റെ പുറത്താക്കൽ, കൊരട്ടിയിലെ കയ്യാങ്കളി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർന്നുവന്നു. A ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. I ഗ്രൂപ്പിലെ ചില നേതാക്കൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റ് ചുമതലയേറ്റിട്ട് അധികം നാളായിട്ടില്ല. എന്നാൽ ടാജറ്റിനെ ലക്ഷ്യം വെച്ചും നീക്കങ്ങൾ നടക്കുന്നു. അനിൽ അക്കരയെ DCC തലപ്പത്ത് കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് ഒരു വിഭാഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂരിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. അതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷിയും PV മോഹനനും ജില്ലയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. TCV തൃശൂർ. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലെ പെയിന്റ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. 1.5 മണിക്കൂർ നേരത്തെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് തീയണയ്ക്കാനായത്. 2 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് ഊക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പെയിന്റ് ഗോഡൌണിൽ അഗ്നിബാധയുണ്ടായത്. മിനിറ്റുകൾക്കകം ആളിപ്പടർന്ന തീ മറ്റിടങ്ങളിലേക്കും അതിവേഗം വ്യാപിച്ചു. പ്ലൈവുഡ്, ഫർണിച്ചറുകൾ, റബ്ബർ ഷീറ്റ് തുടങ്ങിയ നിരവധി ഇനങ്ങൾ അഗ്നിക്കിരയായി. അഗ്നിശമന സേനയുടെ 4 സ്റ്റേഷനുകളിൽ നിന്നായി 6 യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി. പോലീസ് ഉദ്യോഗസ്ഥരും വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തി. 100 കണക്കിന് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. 3 നില കെട്ടിടത്തിന്റെ പിൻഭാഗത്തുള്ള ഷീറ്റ് മേഞ്ഞ ഗോഡൌണിലായിരുന്നു തീപിടിച്ചത്. 100 കണക്കിന് പെയിന്റ് ടിന്നുകൾ രക്ഷാപ്രവർത്തകർ ഗോഡൌണിൽ നിന്നും എടുത്ത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനായതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമയും മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ UV മാർട്ടിൻ പറഞ്ഞു. രാവിലെ നമ്മൾ കട തുറക്കുന്നത് അല്പത്തൊക്കെ എഴുതിയിട്ട് ഫയർ കണ്ടു. അങ്ങനെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു. ഫർണിച്ചറിൻ്റെ സെക്ഷനും ഹാർഡ്വെയർ സെക്ഷനും അതുപോലെ പെയിൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് ആ ഫയർ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഫയറിൻ്റെ ആൾക്കാർ വന്നു, നാട്ടുകാരെല്ലാവരും വന്നു. അവരെല്ലാവരും സഹകരണം കൊണ്ടാണ് ഈ അണയ്ക്കാൻ നമുക്ക് സാധിച്ചത്. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവരും സ്ഥലത്തെത്തി. TCV ചാലക്കുടി. പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ടയെ കണ്ടെത്തി. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിലാണ് ചത്ത തേരട്ടയെ കണ്ടെത്തിയത്. പുതുക്കാട് കേരള ബാങ്കിലെ ജീവനക്കാർ വാങ്ങിയ പലഹാരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പരിപ്പുവടയിൽ നിന്നാണ് തേരട്ടയെ കിട്ടിയത്. ഉടൻ തന്നെ ബാങ്ക് ജീവനക്കാർ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിക്കുകയായിരുന്നു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R രാജേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷം ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ചൊവ്വാഴ്ച. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. ഈ മാസം 23-നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക. അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം ആവേശത്തിലാണ്. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉയർത്തിയാണ് LDF പ്രചാരണം കടുപ്പിക്കുന്നത് എങ്കിൽ സർക്കാരിൻ്റേത് ജനവിരുദ്ധ നയങ്ങളെന്ന് പറഞ്ഞാണ് UDFന്റെ പ്രചാരണം. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്രനായി മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറും പ്രചാരണ രംഗത്ത് സജീവമാണ്.
പാലപ്പിള്ളി നടാംപാടത്ത് വീടിനു നേരെ കാട്ടാന ആക്രമണം. നടാംപാടം ചെമ്പലംങ്ങാട് പാലാപ്പറമ്പിൽ ആസിയയുടെ വീടാണ് കാട്ടാന ആക്രമിച്ചത്. വീടിന് മുകളിലേക്ക് കവുങ്ങ് കുത്തിമറിച്ചിട്ട ആന കാർഷിക വിളകളും നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ആന വീട്ടുമുറ്റത്ത് എത്തിയതറിഞ്ഞ വീട്ടുകാർ മണിക്കൂറുകളോളം പരിഭ്രാന്തരായി. വനപാലകർ എത്തിയാണ് ആനയെ കാടുകയറ്റിയത്. വനാതിർത്തിയിലെ സൗരോർജ്ജ വേലി തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. പ്രദേശത്തെ കാട്ടാനശല്യം ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ചേപ്പിലക്കോട് ഭാഗത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കുന്നാരി വീട്ടിൽ നാരോത്ത് തോമസിന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന തെങ്ങിൻ തൈ നശിപ്പിക്കുകയും പ്ലാവിൽ നിന്ന് ചക്ക പറിച്ച് തിന്നുകയും ചെയ്തു. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനവാസ മേഖലയിൽ കാട്ടാന അടിക്കടി ഇറങ്ങുന്നത് ടാപ്പിംഗ് തൊഴിലാളികളെയും ജനങ്ങളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ചാലക്കുടി വ്യാജ LSD ലഹരി കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയെ സമീപിക്കും. ചൊവ്വാഴ്ച കോടതിയിൽ അപേക്ഷ നൽകാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ലിവിയ ജോസിനെയും കേസിലെ ഒന്നാം പ്രതി നാരായണദാസിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായി നിലവിൽ റിമാൻഡിൽ കഴിയുന്ന നാരായണദാസിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനും അന്വേഷണ സംഘം നടപടി സ്വീകരിക്കും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വിവരമറിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിലെത്തിയ കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് പ്രസിഡന്റിനോട് പ്രതിഷേധമറിയിച്ച് ഇറങ്ങിപ്പോന്നാണ് സെക്രട്ടറിയുടെ ക്യാബിനിലും തുടർന്ന് ഓഫീസിനുള്ളിലും കോൺഗ്രസ് മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. 4 വർഷത്തോളമായിട്ട് 156ഓളം ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വീടിന് അപേക്ഷ നൽകി എഗ്രിമെന്റ് വെച്ചത്. ഇവരിൽ ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റിന് 4 ലക്ഷം രൂപ നൽകാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കടം മേടിച്ചും പലിശയ്ക്ക് പണമെടുത്തും പല ആളുകളും വീട് പണി പൂർത്തിയാക്കി അവർ പാലുകാച്ചൽ കഴിഞ്ഞ് വീട്ടിൽ കയറിയിരുന്നിട്ടും യഥാക്രമം കൊടുക്കേണ്ട സംഖ്യ പഞ്ചായത്ത് കൊടുക്കണില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ പാവപ്പെട്ട ജനങ്ങളെ 5000-6000 രൂപ വാടക കൊടുത്തുകൊണ്ടാണ് അവര് ഇന്ന് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരം നടത്തുന്നത്. ഇതോടെ ഓഫീസ് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനിടയിലാണ് പുറത്ത് കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും നേരിയ തോതിൽ കയ്യേറ്റവും നടന്നത്. സംഘർഷാവസ്ഥയ്ക്ക് നീങ്ങിയതോടെ എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. തുടർന്ന് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് MC ഐജു, മെമ്പർമാരായ റീന വർഗീസ്, റിജി ജോർജ്, സതി മണികണ്ഠൻ, PK മാധവൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരം ചെയ്ത മെമ്പർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MA നിഷാദ്, UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, PS സുരേഷ്, സഫീന അസീസ്, അജു നെല്ലുവായ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. ചേലക്കരയിൽ ബസ്സിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എളനാട് തേക്കിൻകാട് വീട്ടിൽ രാജന്റെ മകൻ 27 വയസ്സുള്ള അനൂജാണ് മരിച്ചത്. മുള്ളൂർക്കര കാർമൽ മൗണ്ട് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപകടം. പഴയന്നൂർ എളനാട് തൃശൂർ റൂട്ടിലോടുന്ന ഉണ്ണികൃഷ്ണ ബസ്സിൽ നിന്ന് വീണാണ് അനൂജിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അനധികൃത മരുന്നുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും തൃശൂർ സിറ്റി പോലീസും ചേർന്ന് തൃശൂർ ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകളിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ 5 കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 22 കടകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും 2 ഷോപ്പുകൾക്ക് താക്കീത് നൽകുകയും ചെയ്തു. ജില്ലയിലെ ചില മെഡിക്കൽ ഷോപ്പുകളിൽ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ഷെഡ്യൂൾ H1 കാറ്റഗറികളിൽപ്പെട്ട മരുന്നുകൾ വിൽപ്പന നടത്തുന്നു എന്നുള്ള രഹസ്യവിവരം ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. ഇടവേള.
വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യും. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, വൾക്കം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്കിന് മുൻപിൽ BJP ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റി ശവപ്പെട്ടിയിൽ റീത്തുവെച്ച് പ്രതിഷേധ സമരം നടത്തി. പൊറത്തുശ്ശേരി സ്വദേശി പൗലോസ് ലക്ഷങ്ങൾ നിക്ഷേപിച്ച് ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. BJP തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, VC രമേശ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, ജില്ലാ സെക്രട്ടറിമാരായ ശ്യാംജി മാടത്തിങ്കൽ, റിമ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് പുറകിൽ ഇടിച്ചു കയറി. അപകടത്തിൽപ്പെട്ട കാർ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നെടുമ്പാശ്ശേരിയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. കാറിന്റെ മുൻവശം ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കല്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട സമയത്തായിരുന്നു അപകടം. വേതന പാക്കേജ് പരിഷ്കരിക്കാതെ സർക്കാരുമായി ഇനി ഒന്നിനും സഹകരിക്കേണ്ടെന്ന് തൃശൂരിൽ ചേർന്ന അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിൽ തീരുമാനിച്ചതായി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ പറഞ്ഞു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചുണ്ടൽ അധ്യക്ഷത വഹിച്ചു. ചീഫ് കോർഡിനേറ്റർ PD പോൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് C മോഹൻ പിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് O വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കയ്യിൽ സ്റ്റീൽ വള കുടുങ്ങി പഴുത്ത് ദുർഗന്ധം വമിക്കുന്ന പ്രസാദിനെ വേദന കടിച്ചമർത്തുന്ന ദിവസങ്ങളിൽ ഉറങ്ങാൻ കഴിയാറില്ല. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തകരുള്ള ഗുരുവായൂരിന്റെ തെരുവിലാണ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ചെറുപ്പക്കാരൻ നരകയാതന അനുഭവിക്കുന്നത്. മാനസിക വൈകല്യമുള്ള പേരാമംഗലം സ്വദേശി ആറ്റുവളപ്പിൽ പ്രസാദാണ് ക്ഷേത്രനഗരിയിൽ തീരാ നോവായി മാറിയിരിക്കുന്നത്. 3 പതിറ്റാണ്ടിലധികമായി തെക്കേനടയിലെ മഹാരാജ ജംഗ്ഷനിൽ കടവരാന്തകളിലാണ് കഴിയുന്നത്. ഉത്സവങ്ങൾക്ക് വിളക്ക് പിടിക്കലും ആനപ്പുറത്ത് കുടപിടിക്കലുമൊക്കെയായിരുന്നു ജോലി. വർഷങ്ങൾക്ക് മുൻപ് ആനപ്പുറത്തുനിന്ന് വീണ വലതുകൈയുടെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് സ്റ്റീൽ കമ്പി ഇട്ടിരുന്നു. വർഷങ്ങളായിട്ടും സ്റ്റീൽ കമ്പി നീക്കാതെ പഴുപ്പ് കയറിയതിനെ തുടർന്ന് നാട്ടുകാർ സഹായിച്ചാണ് നീക്കം ചെയ്തത്. വലതുകൈയിലെ വളയിട്ടിരിക്കുന്ന ഭാഗം കുടുങ്ങിക്കിടന്ന പഴുപ്പ് കയറിയിരിക്കുകയാണ്. ആരും കാണാതിരിക്കാൻ കൈ തുണിയിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അസഹ്യമായി ദുർഗന്ധം വമിക്കുകയും ഈച്ചകൾ പൊതിയുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാർ ആശുപത്രിയിൽ പോകാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഇയാൾ തയ്യാറാകുന്നില്ല. നിരന്തരം കാണുന്ന നമ്മുടെ പ്രസാദ്, അവന്റെ കയ്യിൽ വളയും മോതിരവും കുടുങ്ങിയിട്ട് ഒരു 1.5 മാസമായി. ഇപ്പോ വളരെ മണം വരുന്ന രീതിയിലാണ് ഇപ്പോ അവന്റെ കയ്യിൽ മൂടിക്കെട്ടി നടക്കുന്നത്. അതിന് സാമൂഹ്യ വകുപ്പും ബന്ധപ്പെട്ടവരും ചികിത്സ സഹായം നൽകി അവനെ നല്ല രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഈ സ്ഥിതി തുടരുന്നത് ജീവന് തന്നെ ഭീഷണിയാണ്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട കാളമുറി സ്വദേശി പോത്താമ്പറമ്പിൽ വീട്ടിൽ മനുവിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. വലപ്പാട് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി, വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഹിമ എന്നിവർക്കെതിരെയും കാപ്പ ചുമത്തി. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 40 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു.
ആകെ 99 ഗുണ്ടകളെ കാപ്പ ചുമത്തി 50 പേരെ കാപ്പ പ്രകാരം നാടുകടത്തുകയും ചെയ്തു. മാർ യോഹന്നാൻ യോസഫ് സഭയ്ക്കെതിരെ കൊടുത്ത കേസ് പിൻവലിച്ചു. സഭാ നേതൃത്വവുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പിൻവലിച്ചത്. തുടർന്ന് പരിശുദ്ധ സിനഡ് യോഹന്നാൻ തിരുമേനിക്കെതിരെ ഉണ്ടായിരുന്ന സസ്പെൻഷനും റിട്ടയർമെന്റും പിൻവലിച്ച് ഉപാധികളോടെ മെഡിക്കൽ ലീവ് അനുവദിച്ചു. വേദപഠനത്തോടൊപ്പം മേള പഠനവും നടത്തി ചരിത്രം സൃഷ്ടിച്ച തൃശൂർ വടക്കേമഠം ബ്രഹ്മസ്വം മഠത്തിലെ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ശ്രദ്ധേയമായി. മഠത്തിലെ PR അഭിനന്ദ്, M സിദ്ധാർത്ഥ്, ശ്രീ കേശവ്, KV ജിഷ്ണു, അശ്വിൻ കൃഷ്ണ, യദു കൃഷ്ണൻ എന്നീ 6 വേദ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റമാണ് നടന്നത്. ബ്രഹ്മസമഠത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വേദവിദ്യാർത്ഥികൾ മേളം പഠിക്കുന്നതും ഇത്തരത്തിൽ മഠത്തിൽ അരങ്ങേറ്റം നടത്തുന്നതും. പാറമേക്കാവ് അഭിഷേകിന്റെ ശിക്ഷണത്തിലാണ് ഇവർ മേളം അഭ്യസിച്ചത്. 1.5 വർഷത്തോളം നീണ്ട ചിട്ടയായ പഠനത്തിലൂടെയാണ് 6-അംഗ സംഘം ചെണ്ടക്കോലിൽ മേളപ്പെരുക്കം തീർക്കാൻ കാലങ്ങൾ ഹൃദിസ്ഥമാക്കിയത്. ശനിയാഴ്ചകളിൽ 1 മണിക്കൂർ നേരം മഠത്തിൽ വച്ചാണ് മേളപ്പഠനം നടന്നത്. മഠത്തിൽ നടന്ന ചടങ്ങിൽ മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരാർ മേളം അരങ്ങേറ്റത്തിന് തിരിതെളിയിച്ചു. തുടർന്ന് ആശാനും ശിഷ്യന്മാരും വേദമന്ത്രങ്ങൾ സദാ മുഴങ്ങുന്ന മഠത്തിൽ മേളപ്രപഞ്ചം സൃഷ്ടിച്ചു. അരങ്ങേറ്റം വീക്ഷിക്കാനായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും മഠം ജീവനക്കാരും സഹവിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിയിരുന്നു. വരും വർഷങ്ങളിലും താൽപ്പര്യമുള്ള വേദവിദ്യാർത്ഥികളെ മേളം അഭ്യസിപ്പിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് മഠം ഭാരവാഹികൾ അറിയിച്ചു. TCV തൃശൂർ. ഇനി വാണിജ്യം. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സൈലം IAS തൃശൂരിൽ സൗജന്യ IAS സെമിനാർ സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 9-ന് തൃശൂർ പേൾ റീജൻസിയിലാണ് സെമിനാർ നടക്കുക. P. ബാലചന്ദ്രൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ സബ് കളക്ടർ അഖിൽ V. മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തും. സൈലം അക്കാദമിക് ഹെഡ് അസീം അക്രം, എഡ്യൂക്കേറ്റർമാരായ റിനോ മറിയം, അക്ഷയ് ഷാജി എന്നിവർ ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ നടത്തുമെന്ന് സൈലം ഗവൺമെന്റ് എക്സാം കോർഡിനേറ്റർ ദിനീഷ്, ഫെസിലിറ്റി മാനേജർ സുനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്തും സൗജന്യമായി നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ 7356069700, 7356065200 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. IAS IPS ഓഫീസറായി സിവിൽ സർവീസ് കരിയർ സ്വപ്നം കാണുന്നവർക്ക് സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കാൻ ആവശ്യമായ മികച്ച പരിശീലനം നൽകുകയാണ് സൈലം സിവിൽ സർവീസ് അക്കാദമിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9305 രൂപ, പവന് 74,440 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4261 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴ ജില്ലയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. തീരമേഖലകളിൽ കടലാക്രമണം ശക്തം. പടിയൂരിൽ 100ഓളം വീടുകൾ വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിയെയും തഹസീൽദാരെയും മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു. ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളെ പിന്തുണയ്ക്കുന്നതിനാലാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ BJPക്ക് പിന്തുണയ്ക്കേണ്ടി വരുന്നത് എന്ന് മുഖ്യമന്ത്രി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലച്ചു. വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ 3 ദിവസത്തിനകം നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ.
തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചന. ചാലക്കുടിയിൽ പെയിന്റ് ഗോഡൌണിൽ വൻ അഗ്നിബാധയിൽ കോടികളുടെ നഷ്ടം. ഹൂക്കൻസ് ഷോപ്പിംഗ് കോംപ്ലക്സിനാണ് തീപിടിച്ചത്. തീ കെടുത്തിയത് 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. പുതുക്കാട് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ട. ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിലാണ് തേരട്ടയെ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.